ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് നിങ്ങൾ തംബ്നെയിലിൽ കണ്ടതുപോലെയുള്ള ഒരു ഷോർട്ട് ടോപ്പിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങുമാണ്. അതിനായിട്ട് ഞാൻ പ്രത്യേകം മെറ്റീരിയലൊന്നും വാങ്ങിയതല്ല. എൻ്റെ കയ്യിലുണ്ടായിരുന്ന ബാലൻസ് ക്ലോത്ത് എല്ലാം യൂസ് ചെയ്തിട്ടാണ് ഞാനിത് ചെയ്തിരിക്കുന്നത്. ഇനി ഇതെങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഓൾറെഡി കട്ട് ചെയ്തിട്ടുണ്ട്. എങ്കിലും ഇതിൻ്റെ മെഷർമെൻറ്റ്സ് എങ്ങനെയാണ് എടുത്തിരിക്കുന്നതെന്ന് പറയാം. 10 to 11 years ഏജ് ഗ്രൂപ്പിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ടോപ്പിന് ലെന്തായിട്ട് വരുന്നത് 17.5 ഇഞ്ചാണ്. ഷോൾഡർ വരുന്നത് 6 ഇഞ്ചാണ്. ആം ഹോളും അത്ര തന്നെ എടുത്തിട്ടുണ്ട്. സീം അലവൻസൂടെ ചേർത്ത് ചെസ്റ്റ് വന്നിരിക്കുന്നത് 9 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. വേസ്റ്റിൻ്റെ ഭാഗത്ത് സീം അലവൻസൂടെ ചേർത്ത് 8 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. ടോപ്പിൻ്റെ അടിയിലും 9 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. ഈ ടോപ്പിനെ തന്നെ ഞാൻ 2 പീസ് ക്ലോത്ത് ജോയിൻ ചെയ്താണ് എടുത്തിരിക്കുന്നത്. 2 പോർഷനിലേക്കും ഇതേപോലെ ഒരു ജോയിനിങ് കൊടുത്താണ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഒരു കോൺട്രാസ്റ്റ് കളർ ഫാബ്രിക് എടുക്കാം. ഫാബ്രിക്കിന് വിഡ്ത്തായിട്ട് എടുത്തിരിക്കുന്നത് 2 ഇഞ്ചാണ്. ലെന്ത് എത്ര കിട്ടുന്നോ അത്രയും തന്നെ എടുക്കുക. ഇത്രയാണ് ക്ലോത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ നെക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം ബാക്ക് നെക്കിന് വേണ്ടിയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. നെക്കിന് വിഡ്ത്തായിട്ട് എടുത്തിരിക്കുന്നത് 2.75 ഇഞ്ചാണ്. ബാക്ക് നെക്കിന് ലെന്തായിട്ട് എടുത്തിരിക്കുന്നത് 2.5 ഇഞ്ചുമാണ്. 2.5 ഇഞ്ച് താഴേക്ക് മാർക്ക് ചെയ്തു. ഇനി ഈ ഒരു പോർഷനിലും 2.5 ഇഞ്ച് തന്നെയാണോ എന്ന് ചെക്ക് ചെയ്ത് ഒന്ന് വരച്ചെടുക്കാം. അതിനുശേഷം യു ഷേപ്പാണ് കൊടുക്കുന്നത്, അത് വരച്ചെടുക്കാം. വരച്ചതിന് ശേഷം എക്സ്ട്രാ ഒരു 1 ഇഞ്ച് കൂടി ഇട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യാം. ഫ്രണ്ട് നെക്കിൻ്റെ ക്ലോത്ത് ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. അതിനുശേഷം ഇവിടെയും നെക്ക് വിഡ്ത്ത് 2.75 ഇഞ്ച് മാർക്ക് ചെയ്യാം. നെക്ക് ലെന്തായിട്ട് 4.5 ഇഞ്ചാണ് എടുക്കുന്നത്. 4.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. അതിനുശേഷം ഇവിടെയും യു നെക്ക് തന്നെ വരച്ചെടുക്കാം. യു ഷേപ്പിൽ വരച്ചെടുത്തതിന് ശേഷം ഒരു 1 ഇഞ്ച് എക്സ്ട്രാ പുറത്തേക്ക് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുത്തു. ഇപ്പം നമ്മുടെ നെക്ക് രണ്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ സ്റ്റിച്ച് ചെയ്യാം. ആദ്യം അരികൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഫ്രണ്ട് പോർഷൻ്റെയും ബാക്ക് പോർഷൻ്റെയും മിഡിൽ പോർഷൻ ഒന്ന് മാർക്ക് ചെയ്യാം. അതിനുശേഷം ഈ നെക്കിൻ്റെ പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. മിഡിൽ പോർഷൻ കറക്റ്റായിട്ട് രണ്ടും മാച്ച് ചെയ്ത് വെച്ചതിന് ശേഷം സ്റ്റിച്ച് ചെയ്തെടുക്കാം. ബിഗിനേഴ്സ് ആണെങ്കിൽ പേൾപിൻ വെച്ച് പിൻ ചെയ്തതിന് ശേഷം നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതിന് ശേഷം എക്സ്ട്രാ പോർഷൻസ് കട്ട് ചെയ്ത് കളയാം. കട്ട് ചെയ്തതിന് ശേഷം സ്റ്റിച്ച് കൊള്ളാത്ത രീതിയിൽ ചെറിയ കട്ട്സ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്ത് അരികിൽ കൂടൊന്ന് ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതേപോലെ തന്നെ ബാക്ക് നെക്കും ചെയ്തെടുക്കാം.
ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ബാക്ക് നെക്കും ചെയ്തെടുത്തു. ഇനി നമുക്ക് ഈ ക്ലോത്തിനെ നമുക്ക് രണ്ട് സൈഡും ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ രണ്ട് സൈഡും ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇതിലേക്ക് ചെറിയ ഞൂറ് വിട്ട് കൊടുക്കാം. വീഡിയോ കാണുന്ന പോലെ തന്നെ ഇതേപോലെ അടുപ്പിച്ചടുപ്പിച്ച് ചെറിയ ഞുറിവുകളിട്ട് ക്ലോത്തിൻ്റെ മിഡിൽ പോർഷനിൽ കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. നെക്കിന് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത്. ഫ്രണ്ട് നെക്കിന് മാത്രമാണ് കൊടുക്കുന്നത്. ഫ്രണ്ട് നെക്കിന് എത്ര വേണോ അത്രയും ഞുറിവിട്ട് എടുക്കാം. അങ്ങനെ ഞുറിവിട്ടെടുത്തു. ഇനി നമുക്കിത് നെക്കിലേക്ക് വെച്ച് കൊടുക്കാം. ഫ്രണ്ട് നെക്കിലേക്ക് വെച്ച് നേരത്തെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത ആ പോർഷനിൽ കൂടെ തന്നെ വീണ്ടും ഒരു സ്റ്റിച്ച് കൂടെ കൊടുത്ത് ഫിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നെക്ക് ഫിനിഷ് എടുത്തതിന് ശേഷം എക്സ്ട്രാ ക്ലോത്ത് കട്ട് ചെയ്ത് കളയാം. നമ്മുടെ നെക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ബാലൻസ് ഉള്ള ക്ലോത്ത് നമ്മൾ ഈ ജോയിൻ ചെയ്ത പോർഷനിലേക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇവിടെ ഡയറക്റ്റായിട്ട് നമ്മൾ ഞൂറ് വിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നേരത്തെ ചെയ്ത പോലെ ചെയ്തെടുത്തും ചെയ്യാം. ഈ ഒരു പോർഷനിൽ ഇതേപോലെ തന്നെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ചെയ്തെടുക്കാം. ബാക്ക് പോർഷനിലും ഇതേപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ ഫുള്ള് ചെയ്തെടുത്തു. അതേപോലെ തന്നെ ബാക്ക് പോർഷനിലും ചെയ്തെടുത്തു. ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യാം. ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കുമ്പോൾ ഡബിൾ സ്റ്റിച്ച് തന്നെ കൊടുക്കുക. അങ്ങനെ ഡബിൾ സ്റ്റിച്ച് ചെയ്തെടുത്ത് ജോയിൻ ചെയ്തെടുത്തു. ഇതേപോലെ തന്നെ അടുത്ത സൈഡ് കൂടെ ചെയ്തെടുക്കാം. ഷോൾഡർ ജോയിൻ ചെയ്തു. നമുക്കിങ്ങനെയാണ് ഇത് കിട്ടുന്നത്. ഇനി നമുക്ക് സ്ലീവ് ഫിനിഷ് ചെയ്തെടുക്കാം. അതിനായിട്ട് ക്രോസ് പീസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ക്രോസ് പീസിനെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തതിന് ശേഷം സ്ലീവിൻ്റെ സൈഡിലേക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം.
ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തു. അതിനുശേഷം എക്സ്ട്രാ പോർഷൻസ് കട്ട് ചെയ്ത് കളയുക. കട്ട് ചെയ്തതിന് ശേഷം ഉള്ളിലേക്കൊന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അരികളൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തു. അതിനുശേഷം ഉള്ളിലത്തെ പോർഷനും കൂടെ ഒന്നുകൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതേപോലെ തന്നെ അടുത്ത സൈഡും അടുത്ത സ്ലീവും ചെയ്തെടുക്കാം. ചെയ്തെടുത്തതിന് ശേഷം ഇതിൻ്റെ അടിയിൽ ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സിംഗിൾ ഫോൾഡാണ് കൊടുക്കുന്നത്. സിംഗിൾ ഫോൾഡ് ചെയ്തെടുത്തതിന് ശേഷം പിങ്ക് ക്ലോത്തിനെ നമുക്ക് അതിൽ കൂടെ കുറച്ചുകൂടെ ലെന്ത് എക്സ്റ്റെൻഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്ക് ലെന്ത് ഇത് തന്നെ മതിയെന്നുണ്ടെങ്കിൽ ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്താലും മതിയാകും. ഇതേപോലെ രണ്ട് സൈഡും സിംഗിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം ഈ ക്ലോത്തിനെ നമുക്ക് ഞൂറുവിട്ടെടുക്കാം. നേരത്തെ ഞൂറുവിട്ടതുപോലെ അല്ല, ഇതിന് കുറച്ചുകൂടെ ഗ്യാപ്പിട്ടാണ് ഞൂറുവിട്ട് കൊടുക്കുന്നത്. ഒരു 1 ഇഞ്ച് ഗ്യാപ്പിട്ടാണ് ഞൂറുവിട്ട് കൊടുക്കുന്നത്. അങ്ങനെ ക്ലോത്ത് ഫുള്ളും ഞൂറുവിട്ടെടുത്തു. അതിനുശേഷം ആ ക്ലോത്തിനെ നമുക്ക് ടോപ്പിൻ്റെ അടിഭാഗത്തേക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. വീഡിയോ കാണുന്ന പോലെ തന്നെ ഫ്രണ്ട് പോർഷനിലും ബാക്ക് പോർഷനിലും ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. ഫ്രണ്ട് പോർഷൻ ചെയ്തെടുത്തു. അതിനുശേഷം ഇനി ബാക്ക് പോർഷനൂടെ ചെയ്തെടുക്കാം. രണ്ട് പോർഷനും ചെയ്തെടുത്തതിന് ശേഷം നമുക്കിനി സൈഡ്സ് ജോയിൻ ചെയ്യാം. സൈഡ് ജോയിൻ ചെയ്തെടുത്തു. ഇപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. See you in the next video. Thank you.